യെസ്, അപ്പോൾ നൗഫൽ ഇനി വിമർശിച്ച് പുലിവാലാകണ്ടെന്നായിരിക്കുമോ കടകംപള്ളി വിചാരിക്കുന്നത്? നമ്മൾ ഇക്കാര്യത്തിൽ കടകംപള്ളിയുടെ ഒരു മറുപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടന്നത് എന്നുള്ളതാണ് ആരോപണങ്ങൾ വരുന്നത്. അദ്ദേഹത്തോട് പലപ്പോഴായി മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. കോടതിയുടെ അടുത്ത് കിടക്കുന്ന കേസാണ്, ഞാനിപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്ന് നിയമസഭയിലും അദ്ദേഹം പ്രതിപക്ഷത്തെ നോവിക്കാതെ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ച് പിന്മാറുകയാണ് ഉണ്ടായത്. യെസ്, അപ്പോൾ നമുക്ക് നിയമസഭയിലേക്ക് തന്നെ പോകാം. അവിടെ ഇപ്പോഴും പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. കണ്ണല്ലൂർ, കായംകുളം, മട്ടാഞ്ചേരി, പട്ടാമ്പി, വളാഞ്ചേരി, പേരാമ്പ്ര, ചൊക്ലി, ആലത്തിയൂർ എന്നിവിടങ്ങളിൽ 8 പുതിയ പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതോടെ 19 കേന്ദ്രങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് സർ. വിദേശ പരിശീലനം മാത്രമല്ല സർ, IAS, IPS തുടങ്ങിയ പരീക്ഷകൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളും നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു. ശ്രീ KP മോഹനൻ സർ, അങ്ങയുടെ ഉത്തരത്തിൽ അടുത്ത വർഷവും സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കുമെന്ന് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. സർ, സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? എങ്കിൽ അത് വിശദീകരിക്കാം. സർ, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന് ഇപ്പോൾ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരികയാണ് സർ. നാളിതുവരെ 6300 പേർക്ക് 250ഓളം കോടി രൂപ വായ്പയായി നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ധനകാര്യ കോർപ്പറേഷൻ ഇത്തവണ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട് സർ. വലിയ ലാഭം അതിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികൾ പരിഷ്കരിച്ച് ഇപ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നുള്ള ധനസഹായങ്ങൾ, അവർക്ക് വീട് വെക്കുന്നതിനുള്ള ധനസഹായം തുടങ്ങി ധാരാളം പുതിയ പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പണം അനുവദിക്കുന്നതിൽ വലിയ പുരോഗതി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് സർ. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. ഇങ്ങനെ മുഖം മറച്ചാൽ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു നോട്ടീസ് പോലും തരുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് പറഞ്ഞല്ലോ. ഇതിനാണ് കോടതി പറയുകയും ചെയ്തു. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അതിനപ്പുറത്ത് SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്ക്, സഭ നടക്കട്ടെ എന്ന്. പ്ലീസ് ചോദ്യോത്തരം റദ്ദ് ചെയ്യുന്നു. സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ഏതായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരുന്നു. ഇന്നലെയും ഇതുപോലെ തന്നെ സമാന സംഭവങ്ങളാണ്. നോക്കൂ, സ്പീക്കറെ സംസാരിക്കാൻ അനുവദിക്കാതെ, പക്ഷെ സ്പീക്കറെ മുഖം മറച്ചുകൊണ്ട് ബാനർ കെട്ടി. ഇന്നലെയൊക്കെ ഇത് നജീബ് കാന്തപുരം അടക്കമുള്ള ആളുകൾ തന്നെയായിരുന്നു പ്രതിഷേധത്തിന് മുന്നിൽ കണ്ടിരുന്നത്. ഇന്നും അതുപോലെയുള്ള സംഭവ വികാസങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഇന്നലെ സംഭവിച്ചതും തന്നെയായിരുന്നു. പ്രതിപക്ഷ ബഹളം അങ്ങ് തുടർന്നു പോയതിനെ തുടർന്ന് അല്പസമയത്തേക്ക് സഭ പിരിയുകയും പിന്നീട് വീണ്ടും സഭ സമ്മേളിക്കുകയുമായിരുന്നു. ഇന്നും എന്തായാലും അല്പസമയത്തിനകം തന്നെ സഭ പുനരാരംഭിക്കുമായിരിക്കും അല്ലേ? ഇന്നലത്തേതുപോലെ തന്നെ സമാനമായ രംഗങ്ങൾ അരങ്ങേറുന്നു നിയമസഭയിൽ എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനം സ്പീക്കർ പറഞ്ഞത് മുഖം മറക്കരുത്, നിങ്ങൾ നോട്ടീസ് പോലും നൽകാതെയാണ് ബഹളം വെക്കുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നുകൂടി സ്പീക്കർ AN ഷംസീർ സഭയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ബഹളത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ബാനർ കെട്ടി സ്പീക്കറുടെ മുഖം എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? ശരിക്കും എപ്പോൾ ചർച്ച ചെയ്യാം എന്നാണ്? അതായത് പ്രതിപക്ഷം നോട്ടീസ് പോലും നൽകിയിട്ടില്ല. പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ ഇത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്ന സൂചന നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ലഭിക്കണമെന്ന് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയം നോട്ടീസ് നേരത്തെ പ്രതിപക്ഷം നൽകുകയും അത് അവതരിപ്പിക്കാൻ പോലും അനുമതി നൽകിയിരുന്നില്ലല്ലോ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ അന്ന് അതിന് അനുമതി നൽകിയിരുന്ന കോടതിയുടെ പരിഗണനയിൽ അടക്കം നിലനിൽക്കുന്ന വിഷയമാണ് എന്ന സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ മറ്റൊരു സമീപനം സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്പീക്കറുടെ വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശം. അതായത് നോട്ടീസ് നൽകിയാൽ അല്ലെ ചർച്ച എന്ന ചോദ്യം കൂടി സ്പീക്കർ ഉന്നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോട്ടീസ് നൽകിയിട്ടില്ലല്ലോ എന്നുകൂടി പറഞ്ഞുകൊണ്ട്
ചെയ്തുകൊണ്ടാണ്. ഏതായാലും സഭ നടത്തിക്കൊണ്ടു പോകാൻ ഇപ്പോൾ സ്പീക്കർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ സ്പീക്കർ സഭയിൽ ചോദ്യോത്തരവേള തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുമ്പോൾ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ഒരു സമവായം ഉണ്ടാക്കിയ ശേഷം വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ അങ്ങനെ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുമില്ല. അല്ലാതെ തന്നെ സഭാ നടപടികൾ പുനരാരംഭിക്കുകയും പ്രതിപക്ഷം സമരവുമായി അവരുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയുമായിരുന്നു. അങ്ങനെ വേഗത്തിൽ സഭാ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നലത്തേക്ക് പിരികെയാണ് സഭ ചെയ്തത്. ഇന്നും സമാനമായ സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. ഇനി കക്ഷി